നമസ്തേ. ആത്മീയതയുടെ ലോകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോകത്തിനെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ചുറ്റിനുള്ളവരെക്കുറിച്ചും ഒക്കെയുള്ള വീക്ഷണം മാറും. അല്ലെങ്കിൽ അവരെയൊക്കെ വിലയിരുത്തുന്നതായിട്ടുള്ള ആ ഒരു അവസ്ഥ മാറും. ജഡ്ജ് ചെയ്യുക, വിധിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റുള്ളവരിലെ മനോഹാരിത കാണുന്നതിലേക്ക് നമ്മുടെ വീക്ഷണം മാറും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭൗതികതയെക്കുറിച്ചും നമ്മുടെ ചുറ്റിനും നമ്മൾ കാണുന്നതായിട്ടുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചും അതിനപ്പുറത്തുള്ള തലങ്ങളെക്കുറിച്ചും ഒക്കെ കൂടുതൽ ക്ലാരിറ്റി, അതായത് സീ ത്രൂ ദ ഇല്യൂഷൻ, അതായത് മിഥ്യയ്ക്ക് അപ്പുറത്തേക്ക് കാണാനുള്ള ഒരു ശേഷി കൈവരും എന്നുള്ളതാണ്. ആത്മീയതയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആത്മീയതയുടെ ലോകം എന്ന് പറഞ്ഞാൽ അത് ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ പോപ്പ് കൾച്ചർ അല്ലെങ്കിൽ റിലീജിയൻസ് ഒക്കെ സൃഷ്ടിച്ചതായിട്ടുള്ള ഒരു ലോകം പോലെയല്ല. ഇത് അത്ഭുതങ്ങളുടെ ഒരു ലോകം തന്നെയാണ്. നമ്മളുടെ ചുറ്റിന് നോക്കുന്ന സമയത്ത് നമ്മൾ പലതരത്തിലുള്ള ആളുകളെ നമ്മളുടെ ഈ ഭൗതിക ലോകത്ത് കാണാറുണ്ട്. ആത്മീയതയുടെ ലോകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത്, ആത്മീയതയിലൂടെ നടന്നു പോകുന്ന സമയത്ത്, ആത്മീയതയുടെ ലോകത്തേക്കുള്ള എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ അവൈക്കനിങ്, ആത്മീയ ഉണർവ് ലഭിച്ചതിന് ശേഷം ആത്മീയതയുടെ പാതയിലേക്ക് നടക്കുന്ന സമയത്ത് ആ പാതയിൽ നമ്മൾ കണ്ടുമുട്ടുന്നതായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, നമുക്ക് അവരെ വ്യക്തികൾ എന്ന് വിളിക്കുന്നതിനേക്കാളും ഒരു സുഖം തോന്നുക ആത്മാക്കൾ എന്ന് വിളിക്കുന്നതായിരിക്കും. പലതരത്തിലുള്ള സോൾസ് ആർ വർക്കിംഗ് ഹിയർ, അല്ലെങ്കിൽ സ്പിരിച്വൽ ടൈപ്പ് പലതരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ആത്മീയതയുടെ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരൊക്കെയും അവരുടെ കർമ്മം കണ്ടെത്തി ആ കർമ്മത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്ന ഞാനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുമൊക്കെ ഇത്തരത്തിൽ ഓരോ കർമ്മവുമായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. അവരുടെ കർമ്മങ്ങൾ അവർ അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത്തരത്തിൽ നോക്കുന്ന സമയത്ത്, ഈ ഒരു മാറിയ വീക്ഷണത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് സാധാരണ രീതിയിലുള്ള സൈക്കോളജിയും മറ്റും നൽകുന്നതായിട്ടുള്ള പേഴ്സണാലിറ്റി ടൈപ്പുകൾക്കൊക്കെ അപ്പുറത്തേക്ക് സ്പിരിച്വൽ ടൈപ്സിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലോകത്ത് വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ ദ ചോസൺ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് വിളിക്കുന്നത്. അവർ പലതരത്തിലുണ്ട്. ഈച്ച് വൺ ഹാവ് എ ഡിവൈൻ മിഷൻ ടു ഫുൾഫിൽ. അവരുടേതായിട്ടുള്ള ഒരു ഡിവൈൻ മിഷനുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അത് കണ്ടെത്തുന്ന സമയത്ത് അവർ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളവരുടെ ഡിവൈൻ മിഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ തന്റെ പർപ്പസ് കണ്ടെത്തുന്ന സമയത്ത് ഇതിലേക്ക് ആത്മീയതയുടെ ഈ പ്രവർത്തന മേഖലയിലേക്ക്, ഈ കർമ്മ മേഖലയിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ദേ ക്യാൻ മേക്ക് എ പ്രൊഫൗണ്ട് ഇമ്പാക്ട് ഇൻ ദ എൻവയോൺമെന്റ് ഇൻ വിച്ച് ദേ എക്സിസ്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ചേഞ്ച് മേക്കേഴ്സ് എന്ന് വിളിക്കാം. അത്തരത്തിലുള്ള സ്പിരിച്വൽ ടൈപ്സിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ആദ്യമായിട്ട് വരുന്ന സ്പിരിച്വൽ ടൈപ്പ് എന്ന് പറയുന്നത് ദ അവൈക്കനർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഉണർത്തുന്ന വ്യക്തി. ആ പേരിൽ തന്നെയുണ്ട്. സ്പിരിച്വൽ അവൈക്കനിങ് മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ കാരണമാകുന്നതായിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ആത്മീയതയുടെ ലോകത്തേക്ക് നോക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് തൻ്റെ സാന്നിധ്യം കൊണ്ടോ സംസാരം കൊണ്ടോ അല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ള മറ്റ് കലാസൃഷ്ടികൾ കൊണ്ടോ എഴുത്തുകൊണ്ടോ ഒക്കെ മറ്റുള്ളവർ ആത്മീയ ലോകത്തേക്കുള്ള കണ്ണ്, അതായത് സാധാരണ ഭൗതിക നേത്രങ്ങൾക്കപ്പുറത്തേക്ക് അവരുടെ മൂന്നാമത്തെ കണ്ണ് തുറന്നുകൊണ്ട് നോക്കാനായിട്ട് കാരണമാകുന്ന ആത്മാക്കൾ അല്ലെങ്കിൽ വ്യക്തികളെയാണ് നമ്മൾ ഉണർത്തുന്നവർ അല്ലെങ്കിൽ അവൈക്കനേഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ പല തരത്തിലുള്ളത് പറയുന്നുണ്ട്. കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് തരത്തിൽ വരുന്നു എന്നുള്ളതും, അല്ലെങ്കിൽ നിങ്ങൾ ആത്മീയതയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ സംവദിക്കുന്നതും കണ്ടെത്തുന്നതുമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളതും മനസ്സിലാകും. ചിലപ്പോൾ ചിലരിൽ ഈ കാറ്റഗറീസിൽ പറയുന്ന എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അവരെ നമുക്ക് ഇന്റർപ്രയർ റോൾ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ബിറ്റ്വീൻ ഇതിനെയൊക്കെ കണക്ട് ചെയ്യുന്നതായിട്ടുള്ള ടൈപ്സ് എന്നൊക്കെ പറയേണ്ടതായിട്ട് വരും. അവർക്ക് എല്ലാവരെ കുറിച്ചും വളരെ ഈസി ആൻഡ് പ്രൊഫൗണ്ട് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവൈക്കനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം ശക്തമായിട്ടുള്ള അന്തർജ്ഞാനമുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റൻഡ് ആയിട്ടുള്ള ഇൻറ്റ്യൂഷനിലൂടെ അവർക്ക് മറ്റുള്ളവരുടെ ഉള്ളിലെ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഒരു ആത്മീയ തലത്തിൽ തന്നെ മനസ്സിലാക്കാനും സാധിക്കുന്നു. അതുപോലെ ഇവർക്ക് അതിശക്തമായിട്ടുള്ള എമ്പതി ഉണ്ടായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് കാര്യങ്ങൾ കാണുവാനും അനുഭവിക്കുവാനും വിലയിരുത്തുവാനും ഒക്കെയുള്ള ഒരു കഴിവിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കിംഗ് ഇൻ ദ ഷൂ ഓഫ് അതർ പേഴ്സൺ. അവൈക്കനേഴ്സ് മിഥ്യയ്ക്കുള്ളിലൂടെ മിഥ്യയ്ക്കപ്പുറം കാണുന്നു എന്നുള്ളതാണ്. അതായത് റിയാലിറ്റി ഈസ് ആൻ ഇല്യൂഷൻ എന്ന് മുൻപുള്ള വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ഇല്യൂഷൻ അപ്പുറത്തേക്ക്, മായയ്ക്കപ്പുറത്തേക്ക് കാര്യങ്ങളെ ഗ്രഹിക്കുവാനായിട്ട് കഴിവുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള അവൈക്കനേഴ്സ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉണർത്തുന്ന ആത്മാക്കൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ബീക്കൺ ഓഫ് ട്രൂത്ത്, അതായത് സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന
വ്യക്തിത്വങ്ങളും കൂടിയാണ് ഇത്തരത്തിലുള്ള അവേക്കനേഴ്സ്. ബിക്കോസ് ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ്. ചിലർ പറയുന്നത് ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നത് പോലെ ദൈവം സത്യവുമാണ്. സ്നേഹത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവസ്ഥയും സത്യത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവസ്ഥയും ഒക്കെയാണ് ദൈവം എന്ന് പറയാനായിട്ട് സാധിക്കുക. നമ്മുടെ ബുദ്ധിക്ക് അപ്രാപ്യമായിട്ടുള്ള, നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള ഒരു അവസ്ഥ തന്നെയാണ് ദൈവിക അവസ്ഥ. എല്ലാ എനർജീസിന്റെയും എല്ലാ ആരംഭങ്ങളുടെയും ഉറവിടമെന്നും നമുക്ക് ഈ ദൈവിക അവസ്ഥയെ പറയുവാനായിട്ട് സാധിക്കും. ആ ദൈവമാണ് എല്ലാം. സൂപ്പർഫിഷ്യൽ കണ്ടീഷനിങ്ങിനും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെതായിട്ടുള്ള സ്റ്റാറ്റസ് കോകൾക്കും ഉള്ളിൽ പെട്ടുപോയിട്ടുള്ള, അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ആ ഒരു കെട്ടിൽ പെട്ടുപോയിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ഹൈബർനേഷനിലായിരിക്കുന്ന ആളുകളെയൊക്കെ അതിൽ നിന്ന് ഉണർത്തുക എന്നുള്ളതാണ് അവേക്കനേഴ്സിന്റെ പ്രധാനപ്പെട്ട ജോലി. ഇവർ മനുഷ്യന്റെ യഥാർത്ഥ ശക്തിയെ ഇല്ലൂമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രകാശപൂരിതമാക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ള ഫോഴ്സുകളോ ചെപ്പടി വിദ്യകളോ ഉപയോഗിച്ചുകൊണ്ടല്ല. അതിനപ്പുറത്തേക്ക് അവരുടെ സംസാരം, ചിലപ്പം അവരുടെ സാന്നിധ്യം മാത്രം മതിയാകും ഒരു വ്യക്തിക്ക് ആത്മീയതയിലേക്ക് നോക്കുവാനായിട്ട്. അവർ പ്രാചീനമായിട്ടുള്ള ആത്മീയ ജ്ഞാനം ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ കോൺവെർസേഷൻ അല്ലെങ്കിൽ സംസാരത്തിന് അതീവ കഴിവുള്ള ആളുകളുമായിരിക്കും. അവർ മധുരഭാഷികളും അവരുടെ സംസാരത്തിലേക്ക് ആളുകൾ അട്രാക്റ്റഡ് ആയിട്ട് ചെല്ലുകയും ചെയ്യും. അവർ ചെയ്തതുപോലെ തന്നെ സെൽഫ് റിഫ്ലക്ഷൻ നടത്താനും അല്ലെങ്കിൽ സെൽഫ് ഡിസ്കവറി നടത്താനും, അതായത് സ്വയം പ്രതിഫലിപ്പിക്കുന്നതിനും സ്വയം വിലയിരുത്തുന്നതിനും അവനവനെ തന്നെ കണ്ടെത്തുന്നതിനും സ്വന്തം ആത്മാവിനെയും ആ ആത്മാവിന്റെ കർമ്മം അല്ലെങ്കിൽ പർപ്പസ് കണ്ടെത്തുന്നതിനുമൊക്കെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നവരാണ് അവേക്കനേഴ്സ്. മാറ്റത്തിന്റെ വക്താക്കളായിട്ടുള്ള ഇവർക്ക് പല പ്രതിസന്ധികളും നേരിടേണ്ടതായിട്ട് വരാറുണ്ട്, പ്രത്യേകിച്ച് ഇല്യൂഷൻ അല്ലെങ്കിൽ മിഥ്യയുടെ ഉള്ളിൽ കഴിയുന്ന ആളുകളിൽ നിന്നും. അതുപോലെ തന്നെ അവേക്കനേഴ്സ് അവരുടെ കർമ്മത്തിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ആത്മീയ പാതയും കർമ്മങ്ങളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇവർ പ്രവർത്തിക്കുവാനായിട്ട്. ഒരു നവയുഗ നിർമ്മാണത്തിലേക്ക് ആളുകളെ മതത്തിന്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ മതിൽക്കെട്ടുകൾ ഭേദിച്ചുകൊണ്ട് ഭൂമിയിൽ ഒരു സ്വർഗം പണിയുവാനായിട്ട് പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ടാണ് അവേക്കനേഴ്സ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കർമ്മവുമായിട്ട് ഭൂമിയിൽ എത്തിയിരിക്കുന്നത്. അവേക്കനേഴ്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്തു വരുന്ന ടൈപ്പാണ് ഹീലേഴ്സ് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നതായിട്ടുള്ള ആത്മീയ വ്യക്തിത്വങ്ങൾ. ഹീലേഴ്സിനെ നമുക്കിടയിൽ പല സ്ഥലങ്ങളിലും കാണാനായിട്ട് സാധിക്കും. യുദ്ധങ്ങളും അതിന് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങളുടെ മുറിവ് വെച്ച് കിട്ടുകയും അവരോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്ന വോളണ്ടിയേഴ്സ് പോലെയുള്ള ആളുകൾ. ശാരീരികവും ആത്മീയവുമായിട്ടുള്ള മറ്റുള്ളവരുടെ സഫറിങ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. മനുഷ്യന്റെ വിവിധ അവസ്ഥകളെക്കുറിച്ച് വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഇവർ അവരെ സെൽഫ് ലവ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നു, അവരെ ഹീൽ ചെയ്യാനായിട്ടും സ്വയം സുഖപ്പെടുത്തുന്നതിനും പഠിപ്പിക്കുന്നു. വീണുപോയവനെ അല്ലെങ്കിൽ മുറിവേറ്റവനെ ഒക്കെ ഉയർച്ചയിലേക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. റെസിലിയൻസ് അഥവാ വീണിടത്തു നിന്ന് ബൗൺസ് ബാക്ക് ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് വരാനായിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് ഹീലേഴ്സ്. ഇവർ നർച്ചറേഴ്സ് ആണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇന്നർ വെൽബീയിങ് കാത്തു സൂക്ഷിക്കാൻ അവരെ സഹായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ ദയാലുക്കളായിരിക്കണം എന്നുള്ളത് ഇവർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അവർ സ്വയം സുഖപ്പെടുത്തുകയും നമ്മുടെ മുറിവുകൾ കണ്ടെത്തി അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സ്വയം ഹീൽ ചെയ്യാനായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ബാലൻസ് ചെയ്തുകൊണ്ട് വൈകാരികമായിട്ടുള്ള ഒരു സുഖപ്പെടുത്തൽ നടത്താൻ ഇവർ മറ്റുള്ളവർക്ക് സഹായമാകുന്നു. ചില സമയങ്ങളിൽ സ്വയം ഏൽക്കുന്ന മുറിവുകളും അതുപോലെ തന്നെ ബേൺ ഔട്ടും ഒക്കെ ഇവർക്കുണ്ടാകുന്ന ചില ചലഞ്ചസ് ആണ്. മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ കണ്ടുകൊണ്ട് അത് മനസ്സിലും ആത്മാവിലും ഉണ്ടാക്കുന്ന ആഘാതങ്ങളെയൊക്കെ കുറച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള മറ്റൊരു ചലഞ്ച്. ഹീലേഴ്സ് കഴിഞ്ഞാൽ അടുത്ത വരുന്ന ടൈപ്പാണ് വാരിയേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ആത്മീയതയിൽ ഫൈറ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്പിരിച്വൽ വാർഫെയർ ആണ്, അല്ലാതെ ഭൗതികമായിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നതല്ല. തീർച്ചയായിട്ടും മറ്റു ടൈപ്പുകൾക്ക് അവരുടെ കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു എൻവയോൺമെന്റ് ഒരുക്കുക, മറ്റ് നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുകയും ഒക്കെയാണ് സ്പിരിച്വൽ വാരിയേഴ്സ് ചെയ്യുന്നത്. ദേ പ്രൊട്ടക്ട് ദ വൾണറബിൾ ആയിട്ടുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുകയും അടിച്ചമർത്തപ്പെട്ടവരുടെ ഒപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ് ഇവർ. ആരെങ്കിലും അടിച്ചമർത്തുന്നുണ്ടെങ്കിൽ ആ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന വ്യക്തിത്വങ്ങളെ നമുക്ക് ചരിത്രത്തിലും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തും ഒക്കെ കാണാനായിട്ട് സാധിക്കും. വോയിസ് ഓഫ് ദ വോയിസ്ലെസ് ആണ് അവർ, അതായത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ട് മാറുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ആത്മാക്കൾ. ഇനീക്വാലിറ്റിക്കെതിരെ പടപൊരുതുന്നവർ.
ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഫൈറ്റ് അല്ലെങ്കിൽ അഗ്രഷൻ എന്നുള്ളത് ഞാൻ പറയുന്ന ആത്മീയതയിൽ സ്ഥാനമില്ലാത്ത ഒരു കാര്യമാണ്. ഭൗതികമായിട്ട് മറ്റുള്ളവരോട് അഗ്രസീവായിട്ട് വരുന്നവനോട് അഗ്രസീവായിട്ട് തന്നെയുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് അഹിംസയിൽ അധിഷ്ഠിതമാണ് നമ്മൾ പറയുന്ന ചിന്തകളൊക്കെയും. ഈ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഉദാഹരണമാണ് മഹാത്മാഗാന്ധിയെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ, അതുപോലെ തന്നെ മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലുള്ള വ്യക്തിത്വങ്ങൾ, ജീസസ് ക്രൈസ്റ്റിനെ പോലുള്ള വ്യക്തിത്വങ്ങൾ. ഇവരൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് അഹിംസയുടെ പാതയിലൂടെയാണ് ഈ സ്പിരിച്വൽ വാർഫെയർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്തരത്തിൽ അഹിംസ എന്നുള്ളത് തന്നെയാണ് ആത്മീയതയുടെ പ്രധാനപ്പെട്ട ഒരു അടിത്തറ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ അഹിംസ അതിനെ മനസ്സിലാക്കാൻ ബോധമുള്ള ശത്രുവിന്റെ അടുത്ത് മാത്രമാണ് വിജയിക്കുകയുള്ളൂ. അല്ലാത്ത സ്ഥലങ്ങളിൽ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെ പോലെ വിവേകികളുമായിട്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഇന്നത്തെ ഈ കലിയുഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ വാരിയേഴ്സ് അഥവാ ഫൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവ് ടു ഫസ്റ്റ് കൺക്വയർ ദ വാർ വിത്തിൻ. അവരുടെ ഉള്ളിലുള്ള കോൺഫ്ലിക്ട്സിനെ, പ്രശ്നങ്ങളെ അവർ ആദ്യം കൺക്വയർ ചെയ്യണം. എന്നാൽ മാത്രമേ അവർക്ക് ചുറ്റിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദേ ആർ ദ ചാമ്പ്യൻ ഓഫ് മാർജിനലൈസ്ഡ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ ഹീറോയാണ് ഈ പറയുന്ന വാരിയർ അല്ലെങ്കിൽ ഫൈറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യഥാർത്ഥ ആക്ടിവിസ്റ്റുകളും ലീഡേഴ്സും ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആത്മാക്കളാണ്, സ്പിരിച്വൽ പേഴ്സണാലിറ്റി ടൈപ്പുകളാണ്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ദാർശനികരാണ് അല്ലെങ്കിൽ വിഷണറീസ് ആണ്. വിഷണറീസ് എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ട് ഹൈറ്റൻഡ് ആയിട്ടുള്ള ഇമാജിനേഷൻ ഉള്ള ആളുകളാണ്, ഉന്നതമായിട്ടുള്ള ദാർശനികതയുള്ള വ്യക്തിത്വങ്ങൾ, റിയാലിറ്റിയെ റീഷേപ്പ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള ഇവർ ബൗണ്ടറികളെയും ലിമിറ്റുകളെയും ചോദ്യം ചെയ്യുന്ന വ്യക്തികളാണ്. കാരണം ഇവരുടെ ഇമാജിനേഷൻ അത്രയും അനന്തതയിലേക്ക് പോകുന്നു എന്നത് തന്നെ. ഭാവിയുടെ ശില്പികളാണ് വിഷണറീസ് അല്ലെങ്കിൽ ദാർശനികർ. ഇവർ എപ്പോഴും ക്യൂരിയസ് ആയിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ ക്യൂരിയസ് ആക്കുന്നതിനും അവരുടെ ക്രിയേറ്റിവിറ്റിയെ എംപവർ ചെയ്ത് കൊടുക്കുന്നതിലുമൊക്കെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ആൾക്കാരാണ് വിഷണറീസ് എന്ന് പറയുന്ന സ്പിരിച്വൽ ടൈപ്പുകൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ ഭാവന എത്രമാത്രം എത്തുന്നു അതിനനുസരിച്ച് മാത്രം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ഭാവനയും കൂടി അഡ്രസ് ചെയ്തുകൊണ്ട് വേണം ഇവരുടെ ദാർശനികത അവതരിപ്പിക്കാനായിട്ട്. തീർച്ചയായിട്ടും അൺലിമിറ്റഡ് ആയിട്ടുള്ള വിഷൻ, ഇമാജിനേഷൻ, ഭാവനയും ദൃശ്യവൽക്കരണത്തിനുള്ള കപ്പാസിറ്റിയും ഒക്കെയുള്ള ഇവർ ഭാവിയിൽ ഈ ഭൂമിയെ സ്വർഗമാക്കുക എന്ന് പറയുന്ന നമ്മുടെ കൺസെപ്റ്റിലേക്ക് അതിനെ വിഭാവനം ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ്. ചരിത്രത്തിലും ഇക്കാലത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ദാർശനികരെ കാണുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ടുള്ള സ്പിരിച്വൽ ടൈപ്പാണ് ദ ടീച്ചർ അല്ലെങ്കിൽ ഗുരു എന്ന് പറയുന്നത്. ഇല്ലൂമിനേറ്റിംഗ് നോളജ് മറ്റുള്ളവരിലേക്ക് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇവരുടെ കർമ്മം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അറിവില്ലാത്ത സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും ആ വിദ്യാഭ്യാസം അവർക്ക് അഭ്യസിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ഈ ഗുരുവിന്റെ അല്ലെങ്കിൽ ടീച്ചറിന്റെ കർത്തവ്യങ്ങളാണ്. ഉന്നതമായിട്ടുള്ള ജ്ഞാനത്തിനുടമകളായിട്ടുള്ള ഇവർ മറ്റുള്ളവരെ അവരുടെ ഹയസ്റ്റ് പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കാൻ പാകത്തിനുള്ള അറിവും ജ്ഞാനവും പകർന്നു കൊടുക്കുന്നവരാണ്. തീർച്ചയായിട്ടും ആത്മീയതയെക്കുറിച്ചുള്ള അറിവുകൾ വളരെ കോംപ്ലക്സ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. സങ്കീർണതകൾ നിറഞ്ഞ ഇക്കാര്യങ്ങൾ ഓരോ മനുഷ്യന്റെയും ബുദ്ധിയും അവന്റെ കഴിവും അവന്റെ ബോധമണ്ഡല വികാസത്തിന്റെ ലെവലുകളും അനുസരിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഈ ഗുരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള പാത്ത് ഉണ്ടെന്നുള്ളതും യഥാർത്ഥ ഗുരു ശ്രദ്ധിക്കും. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഗുരുവിന് ശിഷ്യന് കൊടുക്കാനായിട്ട് സാധിക്കുക. അവർ ചോദ്യങ്ങളെ സ്വാഗതം ചെയ്യുകയും അതുപോലെ തന്നെ മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെയൊക്കെ ഒരു പഠിപ്പിക്കാനുള്ള അവസരങ്ങളായിട്ട് ടീച്ചബിൾ മൊമെന്റ്സ് ആയിട്ട് മാറ്റുകയും ചെയ്യും. ഒരു യഥാർത്ഥ ഗുരു വിനയമുള്ളവനും അതുപോലെ തന്നെ ഓപ്പൺ മൈൻഡഡുമായിരിക്കും. എപ്പോഴും അവരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ചലഞ്ചിങ് ആയിട്ടുള്ള ഈ പറയുന്ന ടീച്ചിങ് എന്ന് പറയുന്ന കാര്യം എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയുമാണ്. സാധാരണ രീതിയിലുള്ള ടീച്ചിങ് പോലും അത്രയും ശ്രമകരമായിട്ടുള്ള ഒരു വർക്കാണ് എന്നുള്ളത് പല ആളുകളും തിരിച്ചറിയുന്നില്ല എന്നതാണ്. യഥാർത്ഥ ഗുരു മനസ്സിനെയും ഹൃദയത്തിനെയും ആത്മാവിനെയും പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഓരോരുത്തരുടെ പർപ്പസ് എന്താണ് എന്നുള്ളത് എങ്ങനെ കണ്ടെത്താമെന്നും അത് കണ്ടെത്തി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതും പറഞ്ഞു കൊടുക്കുന്നു. വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഓരോ അവസരങ്ങളും കണ്ടെത്തുകയും അതിനെ വിജയകരമായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതും എങ്ങനെയാണെന്നും ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത സ്പിരിച്വൽ ടൈപ്പാണ് ദ ബ്രിഡ്ജ് ബിൽഡർ എന്ന് പറയുന്നത്, അഥവാ പാലം പണിയുന്നവർ എന്ന് പറയുന്നത്. വളരെ പ്രത്യേകതയുള്ള ഒരു സ്പിരിച്വൽ ടൈപ്പാണിത്. കാരണം ഇവരാണ് യഥാർത്ഥത്തിൽ പൈശാചികമായിട്ടുള്ള ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റിനെതിരെ നിൽക്കുന്ന ആളുകൾ. ആദ്യമായിട്ട് വിഭാഗീയത ഉണ്ടാക്കിയതും വർഗീയത ഉണ്ടാക്കിയതും
പിശാചിൽ നിന്നാണ് എന്നാണ് പൊതുവെ സെമിറ്റിക് റിലീജിയൻസും അല്ലെങ്കിൽ മറ്റു പല ചിന്താധാരകളും ആത്മീയ ട്രഡീഷൻസും ഒക്കെ വിശ്വസിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡിവിഷൻസ് അത് പല രീതിയിൽ രാഷ്ട്രത്തിന്റെ, മതത്തിന്റെ, ജാതിയുടെ, വർഗീയതയും വിവേചനങ്ങളും മാറ്റി എല്ലാ ജനങ്ങളും എല്ലാ ഗ്രൂപ്പുകളും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമുള്ള ആളുകളാണ് ബ്രിഡ്ജ് ബിൽഡേഴ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ദേ ബിലീവ്സ് ഇൻ ദ പവർ ഓഫ് കണക്ഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങിന്റെ ശക്തി എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞവരും അതിൽ വിശ്വസിക്കുന്നവരുമാണ് ബ്രിഡ്ജ് ബിൽഡേഴ്സ്. അവർ ഡിവിഷൻസ് അല്ലെങ്കിൽ വിഭാഗീയതകളെ ഹീൽ ചെയ്യുകയും അതുപോലെ തന്നെ യൂണിറ്റി ഉണ്ടാക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഐക്യത്തിന്റെ ശില്പികളാണ് അവർ. അവരുടെ വാക്കുകളും പ്രവർത്തികളും അതിർവരമ്പുകളെ മായ്ച്ചു കളയാനായിട്ട് സദാസമയം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർക്കറിയാം എന്താണ് മനുഷ്യരാശിയെ വിഭജിച്ച് നിർത്തുന്നത് എന്നുള്ളത്. അതുകൊണ്ട് അതിനെതിരെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവസാനത്തെ ടൈപ്പാണ് ദ ഇന്റർപ്ലേ റോൾ ചെയ്യുന്ന ആളുകൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ ഈ ഓരോ ടൈപ്പുകളെ ഒരുമിച്ച് നിർത്തുന്നതിനായിട്ടും അതിന്റെ കാര്യങ്ങൾ മനുഷ്യരാശിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വിധത്തിൽ എത്തിച്ചു കൊടുക്കുന്നതിനായിട്ടും ആവശ്യമുള്ളിടത്തേക്ക് ആവശ്യമുള്ളവരെ എത്തിച്ചു കൊടുക്കുന്നതായിട്ടും ബ്രിഡ്ജ് ബിൽഡേഴ്സിനോടൊപ്പം തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇവർ. അതുപോലെ തന്നെ ഇവർ ചിലപ്പോൾ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ഹീലേഴ്സ് ആയിരിക്കും, മറ്റൊരു ഘട്ടത്തിൽ ഗുരുക്കന്മാരായിരിക്കും, മറ്റൊരു ഘട്ടത്തിൽ ബ്രിഡ്ജ് ബിൽഡേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ വാരിയേഴ്സ് ആയിരിക്കും. അങ്ങനെ ഓരോ ടൈപ്പുകളിലൂടെയും കടന്നു പോയിട്ടുള്ള വ്യക്തികളുമാണ്. ഓരോ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിലൂടെയും കടന്നു പോയിട്ടുള്ള വ്യക്തികളുമാണ്. നമ്മുടെ ഈ ലോകത്തിനെ ഇത്ര മനോഹരമായിട്ട് നിലനിർത്തുന്നതിനായിട്ട് ഈ പറയുന്ന സ്പിരിച്വൽ ടൈപ്പുകൾ, ഇത്തരത്തിലുള്ള ജെനുവിൻ ആൻഡ് പ്യുവർ ആയിട്ടുള്ള ഉദ്ദേശശുദ്ധിയുള്ള ഇവർ പണം അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രലോഭനങ്ങൾക്കപ്പുറത്തേക്ക് രാഷ്ട്രീയമോ മതപരമോ ആയിട്ടുള്ള മനസ്സിൽ ഇതൊക്കെ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിനപ്പുറത്തേക്ക് മനുഷ്യരാശിക്ക് നന്മയ്ക്കും വിജയത്തിനും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്, ഇപ്പോഴും നിലവിലുണ്ട്, നാളെ വരികയും ചെയ്യും. ഇവരുള്ളത് കൊണ്ടാണ് ഈ ഭൂമിയിൽ നാം ഒക്കെ ഇത്ര സമാധാനത്തോടു കൂടി ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ പ്രവർത്തനങ്ങളുമായി നമ്മുടെ ഇടയിലുണ്ട്, നമ്മളിലുമുണ്ട്. തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.